റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 36-ാമത്തെ നിയമം നിങ്ങൾക്ക് ലഭിക്കാൻ കഴിയാത്തതിനെ അവഗണിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം ലഭിക്കുന്നില്ലെങ്കിൽ അതിനെ അവഗണിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഒരു കാര്യം ലഭിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യം ലഭിക്കില്ലെങ്കിൽ അതിനെ അവഗണിക്കുകയും അത് നിങ്ങൾക്ക് വേണ്ടെന്ന് ആളുകൾക്ക് തോന്നിപ്പിക്കുകയും ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഒരു ശക്തി നൽകും. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ പ്രധാന ആശയം നിങ്ങൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ എതിരാളികൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയും എന്നതാണ്. എന്നാൽ നിങ്ങൾ ഒരു കാര്യത്തെ അവഗണിക്കുമ്പോൾ നിങ്ങളുടെ എതിരാളികൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരു കാര്യത്തെ അവഗണിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കൂടുതൽ സമയം ലഭിക്കും. ഇത് നിങ്ങൾക്ക് ഒരു നിഗൂഢ നൽകും. നിങ്ങൾ ഒരു കാര്യത്തെ അവഗണിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആഗ്രഹം മറച്ചുവെക്കുക. നിങ്ങൾക്ക് ഒരു കാര്യം ലഭിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എതിരാളികളെ അറിയിക്കാതിരിക്കുക. അതിനെ നിന്ദിക്കുക. നിങ്ങൾക്ക് ഒരു കാര്യം ലഭിക്കില്ലെങ്കിൽ അതിനെ നിന്ദിക്കുക. ഇത് നിങ്ങൾക്ക് ഒരു അധികാരം നൽകും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മാറ്റുക. നിങ്ങൾക്ക് ഒരു കാര്യം ലഭിക്കില്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മാറ്റുക. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതിനെ അവഗണിക്കുക. ചില ഉദാഹരണങ്ങൾ. ഫോക്സും മുന്തിരിയും. ഒരു കുറുക്കന് മുന്തിരി തിന്നാൻ ആഗ്രഹമുണ്ടായി. എന്നാൽ മുന്തിരി മരത്തിന്റെ മുകളിലായിരുന്നു. കുറുക്കന് മുന്തിരി ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ആ മുന്തിരി പുളിച്ചതാണ് എന്ന് പറഞ്ഞു നടന്നുപോയി. ഈ കഥ 36-ാമത്തെ നിയമം പഠിപ്പിക്കുന്നു. സിനിമ ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ തന്റെ എതിരാളികളെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളെ അവഗണിച്ചു. എതിരാളികൾക്ക് ഡോണിന്റെ ഈ അവഗണന മനസ്സിലായപ്പോൾ അവർക്ക് ഡോണിനെ ഭയമായി. ചരിത്രം. അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ചില രാജ്യങ്ങൾ കീഴടക്കാൻ കഴിയുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അവയെ അവഗണിച്ചു. ഈ അവഗണന അദ്ദേഹത്തിന് ഒരു അധികാരം നൽകി. സിനിമ മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഒരു കഥാപാത്രം ഗംഗയെ നേടാൻ ആഗ്രഹിച്ചു. എന്നാൽ ഗംഗയെ നേടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഗംഗയെ അവഗണിച്ചു. ഈ അവഗണന ഗംഗയെ ആശയക്കുഴപ്പത്തിലാക്കി. ചരിത്രം. നെപ്പോളിയൻ ബോണപാർട്ട്. നെപ്പോളിയൻ റഷ്യ കീഴടക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ റഷ്യയെ കീഴടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം റഷ്യയെ അവഗണിച്ചു. ഈ അവഗണന അദ്ദേഹത്തിന് ഒരു അധികാരം നൽകി. സിനിമ ബാഹുബലിയിലെ ബല്ലാലദേവ. ബല്ലാലദേവക്ക് ബാഹുബലിയുടെ അമ്മയെ നേടാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അത് സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ബല്ലാലദേവ അവളെ അവഗണിച്ചു. ഈ അവഗണന ബല്ലാലദേവക്ക് ഒരു അധികാരം നൽകി. ചരിത്രം. വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ നാസി ജർമ്മനിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ചു. എന്നാൽ നാസികളെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അവരെ അവഗണിച്ചു. ഈ അവഗണന അദ്ദേഹത്തിന് ഒരു അധികാരം നൽകി. സിനിമ ഹാരി പോട്ടർ. ഹാരി പോട്ടർ വോൾഡ്മോർട്ടിനെ നേരിടാൻ ശ്രമിച്ചപ്പോൾ ഹാരി വോൾഡ്മോർട്ടിനെ അവഗണിച്ചു. ഈ അവഗണന വോൾഡ്മോർട്ടിനെ ആശയക്കുഴപ്പത്തിലാക്കി. ചരിത്രം. ക്ലിയോപാട്ര. ക്ലിയോപാട്ര റോമൻ ഭരണാധികാരികളെ ആകർഷിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ചിലരെ അവഗണിച്ചു. ഈ അവഗണന ക്ലിയോപാട്രക്ക് ഒരു അധികാരം നൽകി. സിനിമ ദി ലോർഡ് ഓഫ് ദി റിംഗ്സ്. ഈ സിനിമയിലെ സ്മാഗൽ എന്ന കഥാപാത്രം മോതിരം സ്വന്തമാക്കാൻ ശ്രമിച്ചു. എന്നാൽ മോതിരം സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് മോതിരത്തെ അവഗണിച്ചു. ഈ അവഗണന സ്മാഗലിന് ഒരു അധികാരം നൽകി.